അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പതിവ് പോലെ ചായക്ക് വെള്ളം വെച്ചു. ഫസ്റ്റ് ഒന്ന് പാളിട്ടോ, രണ്ടാമത്തെ സക്സസ് ആയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചു. പിന്നെ കുറച്ച് ചായപ്പൊടി ഇട്ടു. ഞാനിങ്ങനെ വിചാരിക്കുകയും എന്നും തന്നെയാണല്ലേ, രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഇനിയും രാത്രിയാവുന്നു, പിന്നെ നേരം വിളിക്കുന്നു, ഇതന്നെയല്ലേ എന്നും നമുക്കല്ലേ. അതൊരു ഇങ്ങനെ ഒരു രസമാണ്. കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് എന്നും എല്ലാവരെയും റൊട്ടീനിൽ പോകുന്നത്, അതങ്ങനെ ഒരു രസം അല്ലേ. എന്നെപ്പോലെല്ല ഹൗസ് വൈഫായിട്ട് വീട്ടിൽ ഫുൾ ടൈം വീട്ടിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ അടുപ്പ് തീയൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വെണ്ണൂറൊക്കെ കുറച്ച് നേരം ആയിരുന്നു. അതൊക്കെ ഞാനൊന്ന് തുടച്ച് വൃത്തിയാക്കി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാക്സിമം എല്ലാവരും കമൻറ്റ് ഇടാൻ ശ്രമിക്കുമോ. കമൻറ്റ് ആണ് പൊതുവേ കുറവാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടാനൊന്ന് ശ്രദ്ധിക്കണേ. ഞാനിന്ന് കലക്കിപ്പാർന്ന അപ്പമാണ് ഉണ്ടാക്കുന്നത്. മലപ്പുറംകാരുടെ ഒരു വികാര അപ്പമാണ്. എന്നും മലപ്പുറം ഭാഗത്ത് എപ്പോഴും ചീയപ്പാണ് ഉണ്ടാവുക. അതില്ലാത്തൊരു പരിപാടിയില്ല. എളുപ്പമാണ്. ഒന്ന് പൊടി കലക്കുക, ഉപ്പിട്ട് വെള്ളം പറന്ന് കലക്കി നേരെ അപ്പച്ചട്ടിയിൽ ചുടുക, പെട്ടെന്ന് പണി കഴിയും. വെള്ളം തിളച്ചിട്ടോ അരി ഇടുകയാണ്. രാവിലെ തീയൊക്കെ മൂട്ടി കുറച്ച് നേരം അതിൻ്റെ മുന്നിലൊക്കെ നിന്നൊന്ന്, ചില ദിവസം തണുപ്പാണെങ്കിലൊക്കെ അവിടെ നിന്നിട്ടാണൊന്ന് ശരീരം ഒന്ന് ചൂടാവൽ. അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. മോനെ അതിൻ്റെ ഇടയിൽ ചായ കുടിച്ച് മദ്രസയിലേക്ക് പോയി. അതൊന്നും വീഡിയോ എടുക്കാതെ ടൈം കിട്ടിയില്ല. ചീയപ്പം ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഉള്ളിയും കിഴങ്ങൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി. വെല്ലുള്ളി, കിഴങ്ങ്, വെളുത്തുള്ളി, തക്കാളി, ചെറിയ 2 പച്ചമുളകും രണ്ട് കരിവേപ്പിൻ്റെ ഇല ഇട്ടുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. അതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കുക്കറിൽ കടുക്, ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ ഈ അരിഞ്ഞ് വെച്ച പച്ചക്കറി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഇളക്കും. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി, ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളം പാർന്ന് അടുപ്പത്ത് വെച്ചാൽ കറി റെഡിയായി. പിന്നെ ആവശ്യാനുസരണം വെള്ളം പാർന്നാൽ മതി. നല്ല ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ആകെ വെള്ളമായി ആൾക്കാരും കറി. പാകത്തെ വെള്ളം പാരുകയാണെങ്കിൽ നല്ല രസമുള്ള കറി കിട്ടും കേട്ടോ. ഇത് ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തു, കുടിക്കാനുള്ള വെള്ളം വെച്ചു. പിന്നെ പെട്ടെന്ന് പോയി മിറ്റടിച്ച് ഒരു വന്നു. പിന്നെ പെട്ടെന്ന് ചായയൊക്കെ കുടിച്ചു. കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു. കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിൻ്റെ ടൈമാണ്. അടുപ്പും വേദനയൊക്കെ നല്ലോണം തോത്തി തുടച്ച് വൃത്തിയാക്കി. പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സ്നാക്സും ലഞ്ചൊക്കെ എടുത്തു വെച്ചു. ചെറിയ മോന് സ്കൂൾക്ക് പോകാനുള്ള ടൈമായി. അവന് സ്കൂൾക്ക് പോയി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.